ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തൊട്ട് നോക്കാൻ പോകുന്നത് ME-401 ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് 1 S7 മെക്കാനിക്കൽ KTU സിലബസിലെ മൊഡ്യൂൾ 2 ആണ്. ഓക്കെ, അപ്പോൾ ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് തിയറീസ് ഓഫ് ഫെയിലിയേഴ്സ് ആണ്. അതുപോലെ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്, ഗുഡ്മാൻ, സോഡർബർഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഫാറ്റീഗ് ഫെയിലിയർ, എൻഡുറൻസ് ലിമിറ്റ്, നോച്ച് സെൻസിറ്റിവിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസും നമുക്ക് ഈ മൊഡ്യൂളിൽ ചെയ്തു നോക്കാനുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കിടക്കാം. തിയറീസ് ഓഫ് ഫെയിലിയർ. ഫെയിലിയർ തിയറി പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഫെയിലിയർ എന്താണെന്ന് നോക്കാം. എന്താണ് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം മെയിനായിട്ട് രണ്ട് ടൈപ്പ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ജനറലി പറയുക. മെറ്റൽസും നോൺ മെറ്റൽസും അല്ല. നമ്മൾ നമ്മുടെ മെക്കാനിക്കൽ രീതിയിൽ പറയുമ്പോൾ നമ്മൾ പറയുക ഡക്റ്റൈൽ മെറ്റീരിയൽ നിന്നും ബ്രിട്ടിൽ മെറ്റീരിയൽ നിന്നാണ്, അല്ലേ? നമുക്ക് മെയിനായിട്ട് രണ്ട് ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്, ഡക്റ്റൈൽ മെറ്റീരിയൽസ്, ബ്രിട്ടിൽ മെറ്റീരിയൽസ്. സോ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങൾ താഴ്ന്ന സെമസ്റ്ററിലെ MME ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഫെയിലിയർ ഈസ് യൂഷ്വലി കൺസിഡർഡ് ടു ഒക്കർ അറ്റ് ദി ഓൺസെറ്റ് ഓഫ് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ. അതാണ് ഡക്റ്റൈൽ മെറ്റീരിയൽസ്, അല്ലേ? അതായത് നമുക്കറിയാം ഡക്റ്റൈൽ മെറ്റീരിയൽസിന്റെ നിങ്ങൾ ആ ട്രാൻസിഷൻ സ്റ്റേജും കാര്യങ്ങളും എല്ലാം പഠിച്ചിട്ടുണ്ട്, അല്ലേ? അതിനൊരു സ്റ്റേജസ് ഉണ്ട്. വിവിധതരം സ്റ്റേജിൽ കൂടെയാണ് നമുക്ക് ഡക്റ്റൈൽ മെറ്റീരിയൽസിന് ഫെയിലിയർ ഉണ്ടാവുക. പക്ഷെ ബ്രിട്ടിൽ മെറ്റീരിയൽ അങ്ങനല്ല. ബ്രിട്ടിൽ മെറ്റീരിയൽ ഇറ്റ് ഒക്കേഴ്സ് അറ്റ് ഫ്രാക്ചർ, ഒരൊറ്റ ഫ്രാക്ചറിലാണ്. കപ്പാൻ കോൺ ഫ്രാക്ചർ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സോ തിയറീസ് ഓഫ് ഫെയിലിയർ രണ്ട് മെറ്റീരിയലാണ് ഉള്ളത് നമുക്ക്. അതായത് നമ്മുടെ ഡക്റ്റൈൽ മെറ്റീരിയൽസും ബ്രിട്ടിൽ മെറ്റീരിയൽസും. ഡക്റ്റൈൽ മെറ്റീരിയൽസിൽ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്, അല്ലേ? പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ വഴിയാണ് ഫെയിലിയർ ഉണ്ടാകുന്നത്. എന്നാൽ ബ്രിട്ടിൽ മെറ്റീരിയൽസിലോ അത് ഫ്രാക്ചറാണ്. ഓക്കെ, സോ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, ഇത് നമുക്ക് ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം, അല്ലേ? ഇവിടെ വെച്ച് ഫ്രാക്ചർ ആകുന്നതാണ് നമ്മുടെ ഡക്റ്റൈൽ മെറ്റീരിയൽസ്, അല്ലേ? ഇനി നേരെ മറിച്ച് ഇങ്ങനെ ഒരു കർവ്, ഒരു മെറ്റീരിയലിന്റെ അടുത്ത കർവ്, സ്ട്രെസ് സ്ട്രെയിൻ കർവ്, ഇവിടെ വെച്ച് ഫ്രാക്ചർ ഉണ്ടാകുന്നു. ഇതാണ് ബ്രിട്ടിൽ. ഓക്കെ, സിമ്പിളി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഈ കർവാണ് ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ കർവ്. അത് ഒരു ഡീഫോർമേഷൻ സംഭവിക്കുന്നില്ല, അങ്ങ് ബ്രേക്ക് ചെയ്യുകയാണ് മെറ്റീരിയൽ. പക്ഷെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഡീഫോർമേഷന് ശേഷമാണ് നമുക്ക് ഡക്റ്റൈൽ മെറ്റീരിയൽസിന്റെ ഫെയിലിയർ ഉണ്ടാകുന്നത്. സോ അപ്പൊ സിംപ്ലി ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഇനി തിയറീസ് ഓഫ് ഫെയിലിയർ എന്താണെന്ന് നമുക്ക് നോക്കാം. തിയറീസ് ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ നമുക്ക് ഫെയിലിയറിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മെറ്റീരിയൽസിന്റെ സ്ട്രെസ്സും സ്ട്രെസ് സ്റ്റേറ്റുകളും അതുപോലെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസും വെച്ചിട്ട് നമുക്ക് അതിലുണ്ടാകുന്ന സ്ട്രെസ്സിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ, ഫെയിലിയറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. സ്ട്രെസ്സിനെ അല്ല, മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്റ്റേറ്റുകളും അതുപോലെ തന്നെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസും നമുക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് അതിന്റെ ഫെയിലിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന തിയറീസ് ആണ് ഈ തിയറീസ് ഓഫ് ഫെയിലിയേഴ്സ്. സോ അതിന്റെ കേസ് വരുമ്പോൾ നമ്മൾ അത് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്തു കഴിഞ്ഞാൽ, നമുക്ക് ഈൽഡ് സ്ട്രെസ്, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. ഇതുവഴി ഇതെല്ലാം നമുക്ക് ഒരു യൂണിയാക്സിയൽ ടെൻസൈൽ ടെസ്റ്റ്, നമ്മളെ UTM മെഷീനിൽ ചെയ്യുന്ന യൂണിയാക്സിയൽ ടെൻസൈൽ ടെസ്റ്റ് വഴി നമുക്ക് ഇതിന്റെ ഈൽഡ് സ്ട്രെസ്സും അൾട്ടിമേറ്റ് സ്ട്രെസ്സും കണ്ടുപിടിക്കാനായിട്ട് കഴിയും, അല്ലേ? സോ അത് വെച്ച് ഇതിന്റെ സ്ട്രെസ് റേറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് ഫെയിലിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അത് ഏതൊക്കെ ഫെയിലിയേഴ്സ് ആണ് ഉള്ളതെന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ മാക്സിമം ഈ സ്ട്രെസ്സുകൾ, അതായത് അതൊരു ഫംഗ്ഷൻ ആയിരിക്കും, ഫംഗ്ഷൻ ഓഫ് σ1, σ2, σ3 എന്നിരിക്കുക. അതിൽ ഈ σ1 എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും ഈ σ3 മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും ആണ്. ഇത് will be function of, that is yield stress
ആൻഡ് അൾട്ടിമേറ്റ് സ്ട്രെസ്. അൾട്ടിമേറ്റ് സ്ട്രെസ്സിന്റെയും ഈൽഡ് സ്ട്രെസ്സിന്റെ ഫംഗ്ഷൻ ആയിരിക്കും ഈ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും വരുന്നത്. സോ ഇതിൽ നമ്മുടെ ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് റാങ്കൈൻ തിയറിയാണ്. ആ റാങ്കൈൻ തിയറി പറയുന്നത് ഇത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈൽഡ് സ്ട്രെസ്സിന്റെയും അൾട്ടിമേറ്റ് സ്ട്രെസ്സിന്റെയും അടുത്തായിട്ട് വരും. ഓക്കെ, സോ ആ തിയറി എന്താണെന്ന് നമുക്ക് ഒന്നും കൂടി നോക്കാം. അതായത് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി അല്ലെങ്കിൽ റാങ്കൈൻസ് തിയറി, ഈ തിയറി എന്താണ് പറയുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഫെയിലിയർ അല്ലെങ്കിൽ ഈൽഡിംഗ് ഒക്കേഴ്സ് അറ്റ് എ പോയിന്റ് ഇൻ എ മെമ്പർ വെൻ ദി മാക്സിമം പ്രിൻസിപ്പൽ അല്ലെങ്കിൽ നോർമൽ സ്ട്രെസ് ഓഫ് കമ്പോണൻസ് റീച്ചസ് ദി ലിമിറ്റിംഗ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ഇൻ എ സിമ്പിൾ ടെൻഷൻ ടെസ്റ്റ്. സിമ്പിൾ ടെൻഷൻ ടെസ്റ്റ് ഉദ്ദേശിച്ചത് നമ്മുടെ ആ UTM ടെസ്റ്റ് തന്നെയാണ്. ഫെയിലിയർ അല്ലെങ്കിൽ ഈൽഡിംഗ് ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ at a point in a member when the maximum principal or normal stress of components reaches the limiting strength of material. അത് ആ സമയത്തായിരിക്കും ഇതിൽ ഫെയിലിയർ അല്ലെങ്കിൽ ഈൽഡിംഗ് ഉണ്ടാകുക. സോ അതിൽ σ1ന്റെ വില മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്, അത് ഡക്റ്റൈൽ മെറ്റീരിയലിന് നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെസ് ഈൽഡ് സ്ട്രെസ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. അതായത് ഡക്റ്റൈൽ മെറ്റീരിയലിന് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിച്ചതിന് ശേഷമാണ് ഫ്രാക്ചർ വരുന്നത്. അതുകൊണ്ട് ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ നമ്മൾ ഈ തിയറി വെച്ച് പ്രൊഡിക്റ്റ് ചെയ്യുന്ന ഫെയിലിയർ കൺസിഡർ ചെയ്യുന്നത് ഈൽഡ് സ്ട്രെസ് ആണ്. ഈൽഡ് സ്ട്രെസ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. എന്താണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മൾ ഫെയിലിയർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കരുതുന്ന ഒരു കമ്പോണന്റ് ആണ്. അതായത് ഈൽഡ് സ്ട്രെസ് ബൈ ഡിസൈൻ സ്ട്രെസ് എന്നുള്ളതാണ് അതിന്റെ ഇക്വേഷൻ. ഇനി അടുത്തത് ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെങ്കിലോ അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ അതിൽ നേരെ ഫ്രാക്ചർ ആണ്, പ്ലാസ്റ്റിക് ഡീഫോർമേഷനും സ്റ്റേജസ് ഒന്നുമില്ല. അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. അതുപോലെ ഇതിന്റെ ഇക്വേഷൻ ഡേറ്റ ബുക്ക് പേജ് 21 നമുക്കുണ്ട്. ഇക്വേഷൻ 2.8ന്റെ A. ഞാൻ ഡേറ്റ ബുക്ക് കൂടെ കാണിച്ചു തരാം. ഇതാണ് ഇക്വേഷൻ. തിയറീസ് ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞ് ഇവിടെ കിടപ്പുണ്ട്. ഡേറ്റ ബുക്ക് പേജ് 21 ഇക്വേഷൻ 2.8ന്റെ A. ഇതാണ് ഇക്വേഷൻ. ഈ σE ഉണ്ടല്ലോ ഇവിടെ കിടക്കുന്ന ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള σE, അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഈ ഈൽഡ് സ്ട്രെസ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് എഴുതിയിരിക്കുന്നത്. രണ്ടും ഒരേ ടേം ആണ്. ഇവിടെ ഇവര് σE എന്ന് ഡിനോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇതാണ് പേജ് നമ്പർ 21 ഇക്വേഷൻ 2.8ന്റെ A. അടുത്ത തിയറീസ് ഓഫ് ഫെയിലിയർ ആണ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി അല്ലെങ്കിൽ സെൻ വെനാൻസ് തിയറി എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് എന്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തിയറി മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിയാണ് അല്ലെങ്കിൽ ഗെറ്റ്സ് ഓർ ട്രസ്കാസ് തിയറി. ഇതൊരു ഫ്രഞ്ച് എഞ്ചിനീയർ ഹെൻറി ട്രസ്കയാണ് ഇത് കണ്ടുപിടിച്ചത്. ഇത് കണ്ടുപിടിക്കുന്നത് ഈ നമ്മുടെ ആദ്യത്തെ തിയറി മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി അല്ലെങ്കിൽ റാങ്കൈൻസ് തിയറി, അത് റാങ്കൈൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് സജസ്റ്റ് ചെയ്തതാണ് ഈ തിയറി. സോ ഈ തിയറി നമ്മൾ ബേസിക് ആയിട്ട് ഒന്നിനും ഉപയോഗിക്കുന്നില്ല. ഇത് ഒരു മെറ്റീരിയലും അങ്ങനെ ആപ്ലിക്കബിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അതിന്റെ പോരായ്മകൾക്ക് പകരമാണ് ഈ ട്രസ്കാസ് തിയറി വരുന്നത്, വിസ്റ്റേഴ്സ് ഓർ ട്രസ്കാസ് തിയറി വരുന്നത്. ഇറ്റ് ഈസ് നെയിംഡ് ആഫ്റ്റർ ദി ഫ്രഞ്ച് എഞ്ചിനീയർ ഹെൻറി ട്രസ്ക. ഇതിൽ പറയുന്നത് ഈൽഡിംഗ് അല്ലെങ്കിൽ ഫെയിലിയർ ഉണ്ടാകുന്നത് മാക്സിമം ഷിയർ സ്ട്രെസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് അറ്റ് ഈൽഡിംഗ് ഇൻ എ യൂണിയാക്സിയൽ ടെൻസൈൽ ടെസ്റ്റ് ആകുന്ന സമയത്താണെന്ന്. അതായത് യൂണിയാക്സിയൽ ടെൻസൈൽ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഷിയർ സ്ട്രെസിന്റെ ഈൽഡ് ചെയ്യുന്ന വാല്യൂ, ആ വാല്യൂക്ക് അടുത്ത് ഈ മെറ്റീരിയലിന്റെ മാക്സിമം ഷിയർ സ്ട്രെസ് എത്തുന്ന സമയത്താണ് ഇതിൽ ഈൽഡിംഗ് അല്ലെങ്കിൽ ഫെയിലിയർ ഉണ്ടാകുന്നത് എന്നാണ്. നമ്മൾ മുമ്പ് കണ്ടത് സ്ട്രെസ് ആണ്, ഷിയർ അല്ല. പ്രിൻസിപ്പൽ അല്ലെങ്കിൽ നോർമൽ സ്ട്രെസ് ആണ്. ഇതുപോലെ യൂണിയാക്സിയൽ ടെൻസൈൽ ടെസ്റ്റ് നടത്തുമ്പോൾ ലിമിറ്റിംഗ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ അതിന്റെ സ്ട്രെസ്സിന്റെ മാക്സിമം പോയിന്റിൽ എത്തുമ്പോഴാണ് നമുക്ക് ഫെയിലിയർ ആകുന്നത് അല്ലെങ്കിൽ ഈൽഡിംഗ് ഉണ്ടാകുന്നത്. ഇവിടെ ഷിയർ ആണ്, ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂ ആണ് ഇതുപോലെ ഈക്വലായി എത്തുന്നത്. ഈൽഡിംഗ് ഒക്കേഴ്സ് വെൻ ദി മാക്സിമം ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് അറ്റ് ഈൽഡിംഗ് ഇൻ എ യൂണിയാക്സിയൽ ടെൻസൈൽ ടെസ്റ്റ്. അതായത് ടോ മാക്സ് ഈസ് ഈക്വൽ ടു ടോ വൈ. ഇത് ഡേറ്റ ബുക്ക് പേജ് 22 ഇക്വേഷൻ 2.8ന്റെ C. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 2.8ന്റെ C. മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി ഓർ ഗുസ് തിയറി.
2.8ന്റെ സി. ഓക്കെ, ഇനി അടുത്തതാണ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി അല്ലെങ്കിൽ സെൻവെനാൻസ് തിയറി. ഇതിൽ പറയുന്നത് സ്ട്രെയിനിന്റെ കാര്യമാണ്. പ്രിൻസിപ്പൽ സ്ട്രെയിനിന്റെ വില യൂണിയാക്സിയൽ ടെൻസൈൽ ടെസ്റ്റ് നടത്തിയ വിലയുടെ ലിമിറ്റിംഗ് വാല്യൂവിന്റെ അടുത്ത് വരുമ്പോഴാണ് ഈൽഡിംഗ് അല്ലെങ്കിൽ ഫെയിലിയർ ഉണ്ടാകുന്നത് എന്നാണ്. അതിന്റെ ഇക്വേഷൻ ആണ് ഇത്. സിഗ്മ 1 മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ 2. ഈ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമോ? മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പോയിസൺസ് റേഷ്യോ. ഇത് ഡേറ്റാ ബുക്ക് പേജ് 22 ഇക്വേഷൻ 2.8ന്റെ ബി. നമ്മളിപ്പോൾ കണ്ട അതേ പേജാണ് ഡേറ്റാ ബുക്ക് 2.8ന്റെ ബി. ഇതാ ഈ ഇക്വേഷൻ, സെൻവെനാൻസ് തിയറി ഇക്വേഷൻ 2.8ന്റെ ബി. ഇനി അടുത്തതാണ് നമ്മുടെ മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി അല്ലെങ്കിൽ ഹെയ്ഗ്സ് തിയറി. ഇതിൽ പറയുന്നത് ഫെയിലിയർ അല്ലെങ്കിൽ ഈൽഡിംഗ് ഉണ്ടാകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം ഇൻ എ ബൈആക്സിയൽ സ്ട്രെസ് സിസ്റ്റം റീച്ചസ് ദി ലിമിറ്റിംഗ് സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം. അതും ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് യൂണിയാക്സിയൽ ടെൻസൈൽ ടെസ്റ്റിൽ നിന്നാണ്. യൂണിയാക്സിയൽ ടെൻസൈൽ ടെസ്റ്റിന്റെ നടത്തിയ റിസൾട്ടിൽ നിന്ന് ഈ മെറ്റീരിയലിന്റെ സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം ഈ കിട്ടിയ റിസൾട്ടിന്റെ ലിമിറ്റിംഗ് സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയത്തിലേക്ക് അടുക്കുമ്പോഴാണ് ഇതിൽ ഫെയിലിയർ അല്ലെങ്കിൽ ഈൽഡിംഗ് ഉണ്ടാകുന്നത് എന്നാണ്. അതിന്റെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം U1 ഈസിക്കൽ ടു 1/2E. എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ഈസിക്കൽ ടു ഇൻറ്റു സിഗ്മ 1 സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു സിഗ്മ 1 സിഗ്മ 2 ഇൻറ്റു മ്യൂ. ഈ മ്യൂ എന്ന് പറഞ്ഞാൽ പോയിസൺസ് റേഷ്യോ. അതുപോലെ ലിമിറ്റിംഗ് സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം 1/2E സിഗ്മ ഈൽഡ് സ്ട്രെസ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ സ്ക്വയർ. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഇതുപോലെ കിട്ടും. സിഗ്മ 1 സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു മ്യൂ ഇൻറ്റു സിഗ്മ 1 സിഗ്മ 2 വിച്ച് ഈസ് ഈക്വൽ ടു ഈൽഡ് സ്ട്രെസ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ സ്ക്വയർ. ഇത് ഡേറ്റാ ബുക്ക് പേജ് 22 ഇക്വേഷൻ 2.8ന്റെ ഇയിലുള്ളതാണ്. അടുത്ത നമ്മുടെ അവസാനത്തെ തിയറിയാണ് മാക്സിമം ഡിസോർഷൻ എനർജി തിയറി അല്ലെങ്കിൽ ഹെൻഗി വോൺ മിസസ് തിയറി. ഇതും ഹെൻഗി വോൺ മിസസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചതാണ് ഈ തിയറി. ഹെൻഗി പറഞ്ഞൊരു സയന്റിസ്റ്റും ഉണ്ട്, അതുപോലെ വേറെ 2 സയന്റിസ്റ്റുകളുടെ പേരും കൂടി ഉണ്ട്. അങ്ങനെ ഈ തിയറി ആ പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൽ പറയുന്നത് ഫെയിലിയർ അല്ലെങ്കിൽ ഈൽഡിംഗ് ഉണ്ടാകുന്നത് ഡിസ്റ്റോർഷൻ എനർജി പെർ യൂണിറ്റ് വോളിയം ഡിറ്റർമൈൻഡ് ഫ്രം യൂണിയാക്സിയൽ ടെൻസൈൽ ടെസ്റ്റിന് ഈക്വൽ ആയിരിക്കുമ്പോഴെന്നാണ്. അത് ഡേറ്റാ ബുക്കിലുണ്ട് പേജ് 22 ഇക്വേഷൻ 2.8ന്റെ ഡി. ദാറ്റ് ഈസ് ഇക്വേഷൻ ഈസ് സിഗ്മ 1 സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ മൈനസ് സിഗ്മ 1 ഇൻറ്റു സിഗ്മ 2 വിച്ച് ഈസ് ഈക്വൽ ടു ഈൽഡ് സ്ട്രെസ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് 5 ടൈപ്പ് തിയറീസ് ഓഫ് ഫെയിലിയർ ആണ്. ആദ്യം നമ്മൾ ഫെയിലിയർ എന്താണെന്ന് പഠിച്ചു. എന്താണ് ഫെയിലിയർ? എന്താണ്? ഡക്റ്റൈൽ മെറ്റീരിയലും ബ്രിട്ടിൽ മെറ്റീരിയലും ഫെയിലിയർ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഫെയിലിയേഴ്സ് ആയിരിക്കും അല്ലേ? അതായത് ഡക്റ്റൈൽ മെറ്റീരിയലിൽ പ്ലാസ്റ്റിക് ഡീഫോർമേഷന് ശേഷമാണ് ഫെയിലിയർ ഉണ്ടാകുന്നത്. ബ്രിട്ടിൽ മെറ്റീരിയലിൽ ഫ്രാക്ചർ നേരിട്ടുണ്ടാകുന്നു, ഡീഫോർമേഷൻ സംഭവിക്കുന്നില്ല. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മെറ്റീരിയലിന്റെ ഫെയിലിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി അതിൽ സ്ട്രെസ് സ്റ്റേറ്റുകളും മെറ്റീരിയൽ പ്രോപ്പർട്ടീസും അതുപോലെ അൾട്ടിമേറ്റ് സ്ട്രെങ്തും ഈൽഡ് സ്ട്രെങ്തും അറിയാമെങ്കിൽ ഫെയിലിയർ പ്രെഡിക്റ്റ് ചെയ്യാം ചില തിയറിയുടെ സഹായത്താൽ. ആ 5 തിയറിയാണ് നമ്മളിവിടെ പഠിച്ചത്. ആദ്യം മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി അല്ലെങ്കിൽ റാങ്കൈൻസ് തിയറി, അതിനുശേഷം മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി അല്ലെങ്കിൽ ഗുഡ്സ് ഓർ ട്രസാക്സ് തിയറി, അതിനുശേഷം മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി അല്ലെങ്കിൽ സെൻവെനാൻസ് തിയറി, അതിനുശേഷം മാക്സിമം സ്ട്രെയിൻ എനർജി തിയറിയും മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി തിയറി അല്ലെങ്കിൽ വോൺ മിസസ് തിയറി. ഈ വോൺ മിസസ് തിയറി നമ്മൾ പല അനാലിസിസ് FEM ഉപയോഗിച്ചുള്ള അനാലിസിസ്, ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസുകളിൽ ഉപയോഗിക്കുന്നതാണ് ഈ വോൺ മിസസ് സ്ട്രെസ് തിയറി. എന്തുകൊണ്ടെന്നാൽ അവിടെ നിന്ന് നമുക്ക് ഈ ഈൽഡിന്റെ പോയിന്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സോ അപ്പോൾ ഈ 5 ടൈപ്പ് തിയറീസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസുമായിട്ട് കാണാം. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.